എല്ലാവർക്കും ഞാൻ ദേവി മഹാത്മ്യമാണ് ഇവിടെ ചെയ്യുന്നത്. ദേവി മഹാത്മ്യം നിത്യം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ വായിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ബന്ധുജനങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ഒരു നല്ല നല്ല കാര്യങ്ങളാണ് സംഭവിക്കുകയുള്ളൂ. ദുർമരണം അല്ലെങ്കിൽ മറ്റുള്ള അപകട മരണം ഇതൊന്നും നമുക്ക് സംഭവിക്കില്ല. രോഗങ്ങളെ പെട്ടുപിഴയുന്നവരാണെങ്കിൽ അവർക്കൊക്കെ രക്ഷ, അതേപോലെ നമുക്ക് സാമ്പത്തികമായ ഭദ്രത, അതുപോലെ ഒന്നിനെയും പേടിക്കേണ്ട. നമുക്ക് ദേവി മഹാത്മ്യം നമ്മൾ വായിച്ചു തുടങ്ങിയാൽ നമുക്ക് ഒന്നിനെയും പേടിക്കേണ്ട. നമ്മളുടെ കാര്യങ്ങളെല്ലാം ദേവി നോക്കിക്കോളും. ദേവി നമുക്ക് അഗ്നി ജലം ഇങ്ങനെയുള്ള അപകടങ്ങളൊന്നും നമുക്ക് സംഭവിക്കില്ല എന്ന് ദേവി തന്നെ അരുളി ചെയ്തിരിക്കുന്ന ഒരു പുസ്തകമാണ് ദേവി മഹാത്മ്യം. എല്ലാവരും അതുകൊണ്ട് ദേവി മഹാത്മ്യത്തെ വായിക്കാൻ പഠിക്കണം കേട്ടോ. എത്ര ബുദ്ധിയില്ലാത്ത ആളുകൾക്കും ഒരു ബുദ്ധി വരും, എത്ര കഴിവില്ലാത്തവർക്കും ഒരു കഴിവ് വരും. അതേപോലെ നമ്മൾ എന്തെങ്കിലും ഒരു ആപത്തോ അപകടമോ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഭയപ്പെടണ്ട, ദേവി നമ്മുടെ കൂടെയുണ്ട്. നിത്യം ദേവി മഹാത്മ്യം വായിച്ചാൽ നമുക്ക് സ്ഥിരം നമ്മുടെ വീടുകളിൽ ദേവി വന്നുകൊണ്ടിരിക്കും. ദേവിയുടെ അനുഗ്രഹവും നമുക്കുണ്ടാകും. നമ്മളെവിടെ പോയാലും ഭയപ്പെടാതെ നമുക്ക് സംസാരിക്കാം, ഭയപ്പെടാതെ നമുക്ക് സഞ്ചരിക്കാം. കാരണം നമ്മുടെ കൂടെ ദേവിയുണ്ട്. അതാണ് കാര്യം. കാരണം ഇവരുടെ ബന്ധുജനങ്ങൾക്ക് പോലും ഒരു ആപത്തുണ്ടാവില്ല എന്നാണ് പറയണത്. മക്കളൊക്കെ സദ്ബുദ്ധിയുള്ളവരും നല്ലവരുമായി തീരും. ആരും മദ്യത്തിനടിമയായിട്ടോ അല്ലെങ്കിൽ മറ്റേ പ്രേതബാധകൾ ഒന്നും നമ്മളെ അടുക്കില്ല. ഇതൊക്കെയാണ് ഈ ദേവി മഹാത്മ്യത്തിൻ്റെ മഹത്വം. ദേവി മഹാത്മ്യം നിത്യം പാരായണം ചെയ്യുന്ന വീട്ടിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എല്ലാം സമൃദ്ധിയായിട്ടുണ്ടാവും. നമ്മളുടെ സ്വഭാവവും നമ്മളുടെ ചിന്തകളും നമ്മളുടെ വാക്കും എല്ലാം ദേവിയിൽ അർപ്പിച്ചായിരിക്കും ദേവി മഹാത്മ്യം ചെയ്തു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് കഴിയുന്ന അത്ര ആളുകൾ ദേവി മഹാത്മ്യം വായിക്കുക. അതുകൊണ്ട് ഞാൻ ഇവിടെ ദേവി മഹാത്മ്യം പ്രഥമ അധ്യായമാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് ഞാൻ ഓരോ എപ്പിസോഡായിട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യാം. എല്ലാവർക്കും താല്പര്യമുള്ളവരൊക്കെ കാണണം. സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എനിക്കറിയാവുന്നത് ഇതൊക്കെയാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു.